നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് രണ്ട് വീഡിയോ കണ്ടിട്ട് വരാം. ചേട്ടാ എവിടുന്നാ വരുന്നേ? ഞാൻ സേലത്തുനിന്ന് വരാം. ലോഡെന്താ? ഇത് സിമന്റ്. ഇന്നിപ്പോ പണിമുടക്കല്ലേ, അപ്പൊ എന്താ അവര് പറഞ്ഞത്? അല്ല, അവര് വന്ന് തെറി പറഞ്ഞ് ഞാൻ എന്തിനാ അവരെ തെറിയാക്കുന്നത്? അവര് കൈ കാണിച്ചാൽ നിർത്തിയല്ലേ വണ്ടി, കൈ കാണിച്ചാൽ നിർത്തിയല്ലേ. പിന്നെ വന്ന് തെറി പറയാൻ അവരാരാണ്? തെറി പറയാൻ എന്നെ തെറി പറയാൻ അവരാരാണ്? ഞാൻ അവരൊന്നും പറഞ്ഞില്ലല്ലോ. തൊഴിലാളിയെ നിന്ന് തെറി പറയാൻ പറ്റോ? തൊഴിലാളിനെ തെറി പറയാൻ പറ്റോ? അല്ല, തൊഴിലാളിനെ തെറി പറയാൻ പറ്റോ? ചേട്ടാ, തൊഴിലാളി പണിമുടക്കാണെങ്കിൽ നിങ്ങൾ കൈ കാണിച്ച് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടി, അതിന് വന്ന് തെറി പറയാ. അതാ മര്യാദ? നിങ്ങൾ പഠിച്ച മര്യാദ അതാ? ഈ നഗരത്തെ ഒരു തരത്തിലും ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറയാം. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് കാണാം വാഹന ഗതാഗതത്തെ ഒരു തരത്തിലും ഇത് ബാധിച്ചിട്ടില്ല. പല ആൾക്കാരും നിങ്ങൾ ഇപ്പോൾ വീഡിയോ രണ്ടും കണ്ടിട്ടുണ്ടാകും. ആദ്യത്തെ വീഡിയോ കേരളത്തിൽ നിന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ദേശീയ പണിമുടക്ക് 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് നടക്കുകയാണെന്ന് നമ്മളിൽ എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ഇന്ന് വ്യാഴം അർദ്ധരാത്രി വരെയാണ് 24 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിലും ലേബർ കോഡുകളിലും പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ സംഘടനകൾ, അതായത് CIT ഉൾപ്പെടെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പണിമുടക്ക്. അത് കേരളത്തിൽ പൂർണ്ണമാണ്. ആ പൂർണ്ണമാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ആലോചിച്ച് നോക്കിയാൽ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ പ്രതിഷേധവും പണിമുടക്കവും ഒക്കെ ഇവർ നടത്തുന്നത്. അപ്പോഴാണ് ദിവസവേതനക്കാരനായ ഒരു ലോറി ഡ്രൈവറോട് ഈ ഒരു തട്ടിക്കയറ്റം. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വലിയൊരു യാത്ര കഴിഞ്ഞ് അന്യസംസ്ഥാനത്ത് നിന്ന് വരികയാണ്, അപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലാളി നേതാക്കൾ അതൊന്നും കേൾക്കുന്നില്ല. അവർക്ക് അവരുടെ സമരമാണല്ലോ വലുതാക്കേണ്ടത് അല്ലെങ്കിൽ വിജയിപ്പിക്കേണ്ടത്. ഈ പാവപ്പെട്ട തൊഴിലാളി എന്ത് പറയുന്നു അല്ലെങ്കിൽ അവന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്കറിയണ്ട. അവർക്ക് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പണിമുടക്ക് വിജയിപ്പിക്കണം, നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം, അതായത് വലിയ വലിയ നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം. ഇതാണല്ലോ അവരുടെ ഒരു ആവശ്യം. ദിവസക്കൂലിക്കാർക്കും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടും എന്തുമാത്രം പണനഷ്ടവുമാണ് ഇതുണ്ടാകുന്നത്. അപ്പോ ഈ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന ഈ പണിമുടക്ക് സത്യത്തിൽ ആരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതിനെതിരെയല്ലേ നമ്മൾ ശബ്ദം ഉയർത്തേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കും.